എല്ലാവർക്കും നമസ്തേ. നരസിംഹ വിഷ്ണുമായ ഉപാസന ജ്യോതിഷാലയം നടത്തിപ്പോരുന്ന മാന്ത്രിക മന്ത്രപ്രയോഗങ്ങൾ എന്ന ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് യക്ഷിണി കൽപ്പങ്ങളിലെ യക്ഷിണി മന്ത്രങ്ങളെക്കുറിച്ചാണ്. പണ്ട് പൂർവിക ഇല്ലങ്ങളിലും തറവാടുകളിലും യക്ഷിയമ്മ എന്ന് ഉള്ളൊരു ഭാവത്തിലുള്ള ഒരു മൂർത്തി നമ്മുടെ ഭവനത്തിൽ കുടിയിരുത്തിയിരുന്നു. ആ ദേവിയുടെ അനുഗ്രഹ കടാക്ഷത്താൽ ആ തറവാടുകളിൽ വളരെ സാമ്പത്തികമായി ഉയർച്ചയും ശാരീരികമായും മാനസികമായുള്ള ഒരു ഐക്യവും കുടുംബത്ത് ശാന്തിയും സമാധാനവുമായ ഒരു ആരോഗ്യ സൗഖ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്ന തലമുറ അത് നോക്കാതെ ഇരുന്നതുകൊണ്ട് പല തറവാടുകളും നശിച്ചു പോയതായിട്ടും കാണിക്കുന്നുണ്ട്. ആ യക്ഷിണി ദേവിയെ എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു മാന്ത്രിക മന്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ യക്ഷിണി തറവാടുകളിലേക്ക് ഉള്ള ദേവതമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എങ്ങനെ പൂജിച്ച് ഉപാസിക്കണമെന്നും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളെ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 9562456582. യക്ഷിണി ദേവിയുടെ യക്ഷിയമ്മയുടെയൊക്കെ പൂർവിക ആചാരപ്രകാരമുള്ള പൂജാവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനും ബന്ധപ്പെടാം. അതുപോലെ തന്നെ ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നാദ്യം നാം പരിചയപ്പെടാൻ പോകുന്നത് വടയക്ഷി മന്ത്രമാണ്. അപ്പോൾ പൂർവികന്മാരായിട്ട് ആർക്കെങ്കിലും ഉപദേശമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത് ഉള്ള പൂജാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. മന്ത്രം അറിയില്ലെന്നുണ്ടെങ്കിൽ ദീക്ഷയെടുത്ത് മന്ത്രജപവും പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉത്തമനായ ഗുരുവിൽ നിന്ന് ഗുരു ഉപദേശത്തോടുകൂടി വിധാനപ്രകാരം ചെയ്തു പോരേണ്ടതാണ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം ഏഹ്യാഹി യക്ഷി യക്ഷി മഹായക്ഷി വടവൃക്ഷനിവാസിനി ശീക്രമേ സർവസൗഖ്യം കുരു സോഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം ജപിക്കേണ്ട വിധാനങ്ങളെല്ലാം സിദ്ധിക്കായിട്ട് 2 ലക്ഷം ഉരുവാണ് ജപിക്കേണ്ടത്. അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതും ജപം ആരംഭിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതായ രീതികളൊക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തു പോരുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഹരി ഓം.